രാവിലെ പല്ലും തേച്ച് ചായയെ കുടിച്ച ശേഷം നേരെ വിട്ടത് മൾബറിയുടെ അടുത്തോട്ടാണ്. എന്തെങ്കിലുമൊക്കെ കാണുമെന്ന് വിചാരിച്ചാണ് പോയത്. വലുതായിട്ടൊന്നും ഇല്ലായിരുന്നു. ഒരു 2, 3 എണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു. നിറച്ച് പിഞ്ച് പിടിച്ച് നിൽപ്പുണ്ട്. പക്ഷേ അതെല്ലാം ഞാനിങ്ങ് തിരിച്ച് പോയതിന് ശേഷം ഒരിക്കൽ എല്ലാം പഴുത്ത് വരുന്നത്. പിന്നെ അമ്മയുടെ പച്ചക്കറി തോട്ടത്തിൽ നോക്കിയപ്പോൾ മെയിൻ ഹീറോ ചീരയാണ്. ചുമന്ന ചീര ഇഷ്ടംമാതിരി തൈകൾ നട്ടിട്ടുണ്ട്. പിന്നെ സൈഡായിട്ട് ഈ ഇഞ്ചിയൊക്കെ നിൽപ്പുണ്ട്. ഈ ഒരു റോസാ ചെടി ഞാൻ എൻ്റെ ശമ്പളത്തിൽ നിന്ന് വാങ്ങിച്ച് നട്ടതാണ് കേട്ടോ. ഇപ്പോഴും അതുപോലെ നിൽപ്പുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. ഒരു 6 വർഷമെങ്കിലുമൊക്കെ ആവും കേട്ടോ. പിന്നെ നേരെ അമ്മ കോഴിക്ക് തീറ്റയൊക്കെ കൊടുക്കാൻ പോയി. അപ്പോൾ കൂടെ ഞാനും പോയിട്ടുണ്ടായിരുന്നു മുട്ട പറക്കാനൊക്കെ ആയിട്ട്. പിന്നെ നേരെ മുകളിൽ പോയിട്ട് പേരയ്ക്ക നോക്കാനായിട്ട് പോയതാണ്. പക്ഷെ ഒരു പേരയ്ക്ക പോലും ഇല്ലായിരുന്നു. പക്ഷെ ചെന്ന് കയറിയപ്പോൾ കണ്ടത് ആ സ്റ്റെപ്പിലോട്ട് കോവയ്ക്ക് ഇഷ്ടം മാതിരി തൂങ്ങി കിടക്കുന്നുണ്ടായിരുന്നു. ഒന്നോ രണ്ടോ കുറച്ച് കാണുമെന്ന് പറഞ്ഞിട്ട് കയ്യിൽ ഒതുങ്ങുന്ന കാണുമെന്ന് വിചാരിച്ച് പറിച്ചതാണ്. അപ്പോൾ ഒരുപാടുള്ളതുകൊണ്ട് പിന്നെ നേരെ വീണ്ടും താഴെ ഇറങ്ങിപ്പോൾ ഒരു പാത്രം എടുത്തുകൊണ്ട് വന്ന് അതിൽ നിറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. പേരയ്ക്ക കിട്ടിയില്ലെങ്കിലും സാരമില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വെജിറ്റബിളാണ് ഈ കോവയ്ക്ക എന്ന് പറഞ്ഞത്. അതും അമ്മ വയ്ക്കുന്ന ആ ഒരു പ്രത്യേക രീതിയുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നേരെ കഴിക്കാനായിട്ടിരുന്നു. ഇലയപ്പമായിരുന്നു ഇന്നലെ രാത്രി അമ്മ സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ ഇലയപ്പത്തിനെക്കാളും ഒന്നും കൂടെ പൊടിക്ക് ഇഷ്ടം നമ്മുടെ ഓട്ടടയാണ്. അതാകുമ്പോൾ ചുട്ടെടുക്കുന്ന ആ ഒരു ടേസ്റ്റ് അതൊന്ന് വെറൈറ്റി തന്നെയാണ്. അപ്പോൾ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ.